ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്റ്റെമ്മാണ്. സ്റ്റെം സ്റ്റിച്ചിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വർക്കിനനുസരിച്ച് നമുക്ക് 3 സ്ട്രാൻഡ്സ് ആണെന്നുള്ളത് 6 സ്ട്രാൻഡ്സ് ഒക്കെ ആക്കാം കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ത്രെഡ് ഏത് വശത്താണോ, മീതെയാണെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ മീതേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ത്രെഡ് താഴെയാണെങ്കിൽ ആ ഒരു ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3 സ്ട്രാൻഡ്സിന് 6 സ്ട്രാൻഡ്സേ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഫെദർ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഫെദർ സ്റ്റിച്ചിൽ നമ്മൾ 4 ലൈനാണ് വരച്ചു കൊടുക്കുന്നത്. 4 ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ മീദത്തെ ലൈനിലും 3ാമത്തെ ലൈനിലും കുത്തിയെടുത്തിട്ട് സെൻറ്ററിലേക്കാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നിന്നും ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഈ വള്ളികൾ ഇങ്ങനെ ചില്ലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡറായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഭാഗത്തും നമുക്ക് വല്ല ഫ്രഞ്ച് നോട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് ഷെല്ലോ സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബീഡ്സൊക്കെ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ, ഭംഗിയാക്കാം. അടുത്തത് ഡബിൾ ഫെദറാണ് ചെയ്യുന്നത്. ഡബിൾ ഫെദറിന് സെയിം തന്നെയാണ്. 4 ലൈൻ നമ്മൾ ഫെദർ സ്റ്റിച്ചിന് കൊടുത്തെങ്കിൽ ഇതിന് 5 ലൈനാണ് കൊടുക്കുന്നത്. 5 ലൈൻസ് കൊടുക്കുക. ഇതിന് നമ്മൾ 4 ലൈൻസ് കൊടുത്തിട്ടും ചെയ്യുന്നത് സെയിം മെത്തേഡിന്. ഒരു ലൈൻ കൂടി എന്നേ ഉള്ളൂ കേട്ടോ. കേട്ടോ, ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. ഈ ക്ലാസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്കിത് 3 ലൈൻസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. 3 ലൈൻ അപ്പോൾ നമുക്ക് ലോങ് ആംഡ് ഫെദർ എന്ന് പറയും. അപ്പോൾ 4 ലൈൻ, 3 ലൈന്, 5 ലൈനൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ലേസി ഡെയ്സിയാണ്. ലേസി അല്ല, ലേസിയാണ് കേട്ടോ. LAZY ലേസി ഡെയ്സിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഫ്ലവർ ചെയ്യാനാണ് കേട്ടോ. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. വേറെ സ്റ്റിച്ചിനേക്കാൾ ഏറ്റവും നന്നായിട്ട് നമ്മളിത് ഇപ്പോൾ 2 പെറ്റലായിട്ടും 1 പെറ്റലായിട്ടൊക്കെ നമ്മളിപ്പോൾ ഹൂപ്പ് എംബ്രോയ്ഡറിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. ലേസി ഡെയ്സി ഒറ്റ പെറ്റലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇത് ഫ്ലവറായിട്ട് ഇതുപോലെ ലേസി ഡെയ്സി എന്നൊക്കെ പറയുന്നത് നമ്മളെ ഈ ഒരു ഡ്രസ്സിൽ ചെയ്യാനാണെങ്കിലും ഹൂപ്പ് എംബ്രോയ്ഡറിയിലൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണിത് ലേസി ഡെയ്സി കേട്ടോ. ഇത് ഇതേപോലെ ആണ് നമ്മൾ ലേസി ഡെയ്സി ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അടുത്തത് ഡബിൾ ലേസി ഡെയ്സി. ഡബിൾ ലേസി ഡെയ്സിയും സെയിം തന്നെയാണ്. നമ്മൾ ലേസി ഡെയ്സി കൊടുക്കുന്ന എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിൽ ഒരു ലേസി ഡെയ്സിയും കൂടെ കൊടുക്കുക. അത് ഒരു കളർ ഇട്ടിട്ട് ചെയ്യാം, അതല്ല ഒരു ഉള്ളിൽ വേറൊരു കളർ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഹെറിംഗ് ബോൺ. അപ്പോൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഹെറിംഗ് ബോൺ പറയുന്നത് ഇതുപോലെ ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. 2 ലൈൻ വെച്ചിട്ട് ഇതേ ഒരു ഷേപ്പിലാണ് അല്ലേ ഹെറിംഗ് ബോൺ വരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക കേട്ടോ, എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ബോർഡർ കൊടുക്കാം നമുക്ക്. അതുപോലെ ഫ്ലവറും ഇതുകൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഫ്ലവർ ഇതിൻ്റെ ഈ ഹെറിംഗ് ബോൺ കൊണ്ട് ചെയ്തൊരു ഫ്ലവർ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. ഇനി അടുത്തത് ത്രെഡ് ഹെറിംഗ് ബോൺ. ത്രെഡ് ഹെറിംഗ് ബോൺ എന്ന് പറയുന്നതും ഹെറിംഗ് ബോൺ ചെയ്തതിന് ശേഷം തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഹെറിംഗ് ബോൺ ചെയ്യും, എന്നിട്ട് അതിന് വേറൊരു ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ ആ ഒരു ഇൻറ്റുവിനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കും. ഇതാണ് ത്രെഡ് ഹെറിംഗ് ബോൺ. അപ്പോൾ ഇതിന് നമുക്ക് 2 കളർ ത്രെഡ് വേണം കേട്ടോ. അതുപോലെ ഇത് ബോർഡർ സ്റ്റിച്ച് തന്നെയാണ്. ഹെറിംഗ് ബോൺ ചെയ്യാനായിട്ട് ഒരു കളറും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കതിന് ചുറ്റാനായിട്ട് വേറൊരു കളർ ത്രെഡ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് ടാക്ക്ഡ് ഹെറിംഗ് ബോൺ ആണ്. ടാക്ക്ഡ് ഹെറിംഗ് ബോൺ എന്ന് പറയുന്നതും ഈ സെയിം ത്രെഡ് ഹെറിംഗ് ബോൺ തന്നെ ചെയ്യാം. ഹെറിംഗ് ബോൺ തന്നെ ചെയ്യുക. അതിന് ശേഷം കാണുന്ന ഈ ഇൻഡു ഉണ്ടല്ലോ, ഈ ഇൻഡുവിലൊക്കെ ഒന്ന് ഇതുപോലെ ലെങ്ത് വൈസിലായിട്ടൊന്ന് അങ്ങനെ ടാക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡബിൾ ഹെറിംഗ് ബോൺ ഉണ്ട് കേട്ടോ. ഡബിൾ ഹെറിംഗ് ബോൺ ഞാനിതിൽ കാണിച്ചിട്ടില്ല, ജസ്റ്റ് വിട്ടുപോയതാണ്. ഡബിൾ ഹെറിംഗ് ബോൺ നമ്മൾ ഫസ്റ്റ് ഒരു ഹെറിംഗ് ബോൺ ചെയ്യുക, അതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്കും, അതായത് ലെഫ്റ്റ് സൈഡിലേക്കും വേറൊരു കളർ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ വന്ധ്യക് സ്റ്റിച്ച് വരുന്നുണ്ടേ. ഇതിന് മുന്നേ ഇത് വന്ധ്യക് സ്റ്റിച്ച്
ഹെറിംഗ് ബോണ്ട തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഹെറിംഗ് ബോണ്ടൊക്കെ ഫ്ലവർ ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. വന്ധ്യക്ക് എന്ന് പറയുന്നതും ഹെറിംഗ് ബോണ്ട ഒരു വേരിയേഷൻ തന്നെയാണ്. അപ്പോൾ ഹെറിംഗ് ബോണ്ട വേരിയേഷനാണ് ത്രെഡ് ഹെറിംഗ് ബോൺ, ടാക്ക്ഡ് ഹെറിംഗ് ബോൺ, വന്ധ്യക്ക്, ഡബിൾ ഹെറിംഗ് ബോണൊക്കെ ഹെറിംഗ് ബോണിൻ്റെ വേരിയേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലീഫായിട്ട് ഒരു ഗ്രീൻ ത്രെഡിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഫായിട്ടും മറ്റുള്ള കളറിലാണ് ഫ്ലവറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊരു കെട്ട് പോലെ വരും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എൻ്റെ ഈ ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം കേട്ടോ. എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ അതൊന്ന് പറയുക. അപ്പോൾ ഞാനത് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഇത് ഹൂപ്പ് എംബ്രോയ്ഡറി ആണ്. ഇതിൽ എല്ലാ സ്റ്റിച്ചുകളും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ലേസി ഡേസി, ഫ്രഞ്ച് നോട്ടൊക്കെ ഇതിൻ്റെ ഒരു ഹൂപ്പ് എംബ്രോയ്ഡറിയിൽ സ്റ്റുഡൻറ്റ് ചെയ്ത വർക്കുകളാണ്. ഇത് വെറും ഇത് വോവൺ വീൽ മാത്രമേ ഉള്ളൂ കേട്ടോ.